ഈ വീട്ടുകാരോടുള്ള സ്നേഹവും ഉത്തരവാദിത്വം എല്ലാം മറന്ന് അമ്മ നിന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. എന്നാ ഇനി നീ തന്നെ കൊണ്ടുപോയി നോക്ക് നിന്റെ മുത്തശ്ശിയെ. ഈ കുടുംബത്തോട് കൂറില്ലാത്ത ഒരാളും ഇവിടെ നിൽക്കണ്ട. നിന്റെ അധികാരോ അവകാശമാണ് ഈ മുത്തശ്ശിന്ന് നീ പറഞ്ഞില്ലേ? കൊണ്ടുപോയിക്കോ. ഇവിടെ വേണ്ട. അവസാനിച്ചു നന്ദിയില്ലാത്തവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും. അതെ, നിങ്ങൾ ഇനി മുതൽ ഇവളുടെ കൂടെ കഴിഞ്ഞാ മതി. മുത്തശ്ശി എന്റെ കൂടെ ഇപ്പൊ തന്നെ വരണം. മാമ വരുമ്പോ അറിയട്ടെ ദുർഗാമ്മയുടെ തനി സ്വരൂപം. അമ്മയെ കാണുന്നുണ്ടെങ്കിൽ മാമൻ ഇനി അങ്ങോട്ട് വരട്ടെ. വാ മുത്തശ്ശി. എന്റെ കൃഷ്ണ, ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അമ്മ ഇവിടുന്ന് പറഞ്ഞയക്കണ്ടെന്നാണോ നീ പറയുന്നത്? പ്രസാദ് സാർ വരാതെ രുക്മിണിയമ്മ തുളസിയുടെ കൂടെ എന്നല്ല ആരുടെ കൂടെയും പോവില്ല. ആ മകനോട് പറഞ്ഞ ശേഷേ ഇവിടെ നിറങ്ങൂന്നുള്ള വാശിയില്ല രുക്മിണിയമ്മ. പ്രസാദേട്ടന് ഒരിക്കലും അമ്മയെ പോവാൻ അനുവദിക്കില്ല. ചിലപ്പോ ഇതിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വരുന്നത് ദുർഗേച്ചി ആവുകയും ചെയ്യും. അമ്മയെ സ്നേഹിക്കുന്ന മക്കളുടെ ഇടയിൽ നിന്നും എപ്പോഴും തഴയപ്പെട്ടിട്ടുള്ളത് ഭാര്യമാര് തന്നെയാ. ഇങ്ങനൊരു ഇറങ്ങിപ്പോക്ക് അത് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ലല്ലോ ഭഗവാനെ. ഇനി ഇവിടേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ഈ വയസ്സാം കാലത്ത് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന എവിടെയെങ്കിലും കഴിയണം. അതിനപ്പുറം ഒരു ചിന്ത ഇപ്പോഴില്ല. എന്റെ മോൻ വന്നതിന് ശേഷം ഇറങ്ങാന്നാ വിചാരിച്ചത്. വേണ്ട, അവന്റെ മനസ്സ് വേദനിക്കും. ദുർഗയുമായി അവന് പിണങ്ങേണ്ടി വരും. ഇപ്പോഴാകുമ്പോ ഇറങ്ങിപ്പോയതിന് അവനോട് എന്തെങ്കിലും കളവ് പറഞ്ഞാൽ മതിയാവും. തുളസിമോൾ നിർബന്ധിച്ചുകൊണ്ട് പോയതാണെന്നോ കുറച്ചു കാലം പ്രിയയോടൊപ്പം നിൽക്കട്ടെ എന്ന് കരുതി പോന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും. മുത്തശ്ശി, ഭഗവാനെ, എന്താ മുത്തശ്ശി പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചതല്ല, ഗുരുവായൂരപ്പനെ കണ്ടുവരുമ്പോ കുറച്ച് നിവേദ്യം ഉണ്ടായിരുന്നു കയ്യിൽ. ഭഗവാന് നേദിച്ചതിന്റെ ബാക്കി. അതിനു പകരം മുത്തശ്ശി ഭഗവാന് കുറച്ച് പരിഭവം നൽകി, അത്രമാത്രം. ആ, ഇറങ്ങാം. ആ, വേഗം ഇറങ്ങാം. അല്ല, ഇതെന്താ ഇതുവരെ ഇല്ലാത്തൊരു തിടുക്കം? നിന്റെ മാമൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. മാമ വന്നിട്ടേ വരുന്നുള്ളൂ എന്നുള്ള വാശിയായിരുന്നല്ലോ രുക്മിണി അമ്മയ്ക്ക്. അത് വേണ്ട മോളെ, നമുക്കിറങ്ങാം. അതാ നല്ലത്. വാ വാ. നിക്ക്. നീ അമ്മയെ എവിടേക്ക് കൊണ്ടുപോവാ? അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്ന? വീട്ടിൽ നാട്ടി ഓടിച്ച ആള് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയണം നീ അമ്മയെ എവിടേക്കാ കൊണ്ടുപോകുന്നെന്ന്. ഞാനും മുത്തശ്ശിയും കൂടി ഒന്ന് അമേരിക്ക വരെ പോവാ. എന്താ, കൂടെ വരുന്നുണ്ടോ? ഇവളെ രുക്മിണിയമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കും. വല്ല വൃദ്ധസദനത്തിലോ അനാഥാലയത്തിലോ കൊണ്ടുപോയി തള്ളിയാലേ അതിന്റെ പാപം ദുർഗേച്ചിക്കായിരിക്കും. ഞാൻ കാരണം ആർക്കും ഒരു പാപം കിട്ടില്ല. മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് ആരോടും ഒരു പകയും ഇല്ല, ദേഷ്യവും ഇല്ല. മുത്തശ്ശി വാ. മുത്തശ്ശി ഇവരോട് സംസാരിച്ച സമയം കളയണ്ട. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അമ്മ എവിടേക്കും വരുന്നില്ല. അമ്മ ഇവിടെ ഉണ്ടാവും, ദേവമംഗലത്ത്. ഇങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. ദേഷ്യം കൊണ്ട് ദുർഗേച്ചി എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ വേണ്ടത്? നിന്റെ ഉദ്ദേശമേ എനിക്ക് ശരിക്കും മനസ്സിലായി. കിട്ടിയ അവസരം ഉപയോഗിച്ച് അമ്മ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക. എല്ലാവരും ദുർഗയുടെ മേല് കുറ്റം ചുമത്തുമല്ലോ. അങ്ങനെ ഒരു പേടിയൊന്നും നിനക്ക് വേണ്ട ദുർഗ. തുളസിമോള് എന്നെ ഒരു മുള്ളു കൊള്ളാൻ പോലും സമ്മതിക്കില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അമ്മ പോണ്ട. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓ, അപ്പൊ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി കാര്യമായി ഉപദേശിച്ചിട്ടുണ്ട്. എന്നെ ആരും ഉപദേശിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അമ്മ നിന്റെ കൂടെ നിന്നെ സഹായിക്കാനായി തൃക്കോട്ടൂർ അമ്പലത്തിൽ വന്നിരുന്നോ എന്ന് മാത്രമായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. അതറിയുകയും ചെയ്തു. അതൊരു ദൈവിക കാര്യമായിരുന്നു. ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോഴും തോന്നില്ല. അമ്മ അകത്തേക്ക് പോ. ഇല്ല മോളെ, പ്രിയയുടെ വീട്ടിലേക്ക് പോവാൻ
ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു. അവിടെ നിന്ന് ഇറക്കി വിട്ടാലോ? പ്രിയയും ജയനും പിന്നെ ഈ തുളസിമോളും ഉള്ളിടത്തോളം കാലം അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതെന്റെ മരണത്തിന് തുല്യമായിരിക്കും. സെന്റി അടിച്ചു നിൽക്കാതെ വേഗം ഇറങ്ങാം. നീ അമ്മയെ എവിടേക്കും കൊണ്ടുപോവില്ല. ഇത് മുത്തശ്ശിയുടെ തീരുമാനം. അങ്ങനെ പോയേ പറ്റൂന്നുണ്ടെങ്കിൽ അമ്മയുടെ മകൻ വരട്ടെ. പ്രസാദേട്ടൻ വന്നിട്ട് പ്രസാദേട്ടനോട് സമ്മതം വാങ്ങിയ ശേഷം എവിടേക്കാണെന്ന് വെച്ചാ അമ്മ പോയിക്കോ. എന്തിനാ വെറുതെ? അവൻ വന്നാ പിന്നെ വഴക്കും വക്കാണോ ആവും. അതുകൊണ്ട് പ്രസാദ് വരുന്നതിന് മുമ്പ് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതുവരെ ഒരു കാര്യത്തിനും വഴക്കുണ്ടാക്കിയിട്ടില്ല, ഇവള് കാരണം അല്ലാതെ. ഈ വിഷവിത്ത് ജനിച്ചതിന് ശേഷമാ ഞാനും പ്രിയയും തമ്മിൽ അകന്നത്. ഇവള് ജനിച്ചതിന് ശേഷമാ ഈ വീട്ടിൽ നിന്ന് സ്നേഹം പടിയിറങ്ങി പോയത്. ഇവള് കാരണമാണ് വീട് ഭാഗം വെക്കേണ്ടി വന്നത്. ഇപ്പൊ അതേ വിഷവിത്ത് കാരണം അമ്മയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്തൊരു ജന്മമാടി നിന്റേത്. കുലം മുടിക്കാനായി ജനിച്ചവളെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. നീ ജനിച്ചതോടെ എല്ലാം അവസാനിച്ചില്ലേ? വേണ്ട മോളെ, എന്തിനാ വെറുതെ കലഹം? മോള് പൊയ്ക്കോ. മുത്തശ്ശി ഇപ്പൊ വരുന്നില്ല. അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, നിനക്കറിയാലോ. മോള് ചെല്ല. എന്നെ ചൊല്ലിയൊരു വഴക്ക് ഇവിടെ വേണ്ട. മുത്തശ്ശി പിന്നീട് ഒരു ദിവസം വരാം. ഇന്ന് എന്തായാലും വേണ്ട. മുത്തശ്ശി, മോള് പൊയ്ക്കോ. ഇറങ്ങിപ്പോടി. ദുർഗേജി സൂപ്പർ. വിഷവിത്ത് ജനിച്ചതിന് ശേഷമാണ് ഞാനും പ്രിയയും തമ്മിൽ അകന്നത്. ഇവള് ജനിച്ചതിന് ശേഷമാണ് ഈ വീട്ടിൽ നിന്ന് സ്നേഹം പടിയിറങ്ങി പോയത്. എന്തൊരു ജന്മമാടി നിന്റേത്. കുലം മുടിക്കാനായി ജനിച്ചവളെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. മാമനെ വിളിച്ച കാര്യം പറയാം. മുത്തശ്ശിയെ ഇനി ഇവിടെ നിർത്തിയ ശരിയാവില്ല. ദേവമംഗലത്ത് നിന്നും മുത്തശ്ശി ഇറക്കി വിടാൻ നോക്കിയ കാര്യം അമ്മയോടും അച്ഛനോടും പറഞ്ഞാലോ? അമ്മയ്ക്ക് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട. ആ സമയത്ത് മാമൻ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ആദ്യം കണ്ടില്ല. മാമൻ പറഞ്ഞതുപോലെ ആദ്യം മാമൻ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിക്കാണുമോ? ആദ്യയുടെ മെസ്സേജ് ആണല്ലോ. ഹായ് തുളസി, നമ്മൾ ഇനി കുറച്ചു ദിവസത്തേക്ക് കാണില്ല. അത് പറയാൻ വേണ്ടി ഈ വോയിസ് മെസ്സേജ്. ഇതെന്ത് പറച്ചില്ല? എവിടെയാ എന്താണെന്നൊന്നും പറയാതെ. നീ എവിടെയാ ഉള്ളത്? മാമനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ലല്ലോ.
അർജന്റായിട്ട് പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. ഞാനും അച്ഛന്റെ കൂടെ പോവാ. ഇതെന്താ ആരോടും പറയാതെ പോകുന്നത്? അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നിന്ന ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് കരുതിയിട്ടാ. അമ്മയോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ഡൽഹിയിലാണോ? ഞാനേ എയർപോർട്ടിൽ എത്തിയിട്ട് വിശദമായിട്ടെല്ലാം പറയാം. പിന്നെ നീ ഇടയ്ക്ക് ദേവമംഗലത്തേക്കൊന്ന് പോണം. അമ്മയുടെ കാര്യം നീ നോക്കണ്ട. നമ്മുടെ മുത്തശ്ശി അവിടെ ഉണ്ടേ. ഞാനും അച്ഛനും അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ എങ്കിലും അവിടെ വേണം. നിന്നെ കാണുമ്പോ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ പ്രിയാന്റിയോടും പറഞ്ഞേക്ക്. ആടാ, ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്. താങ്ക്സോ? എന്റെ മുത്തശ്ശി ഞാൻ കാണാൻ പോകുന്നതിന് നീ എന്തിനാടാ താങ്ക്സ് പറയുന്നത്? ഡൽഹിയിൽ അത്യാവശ്യ മീറ്റിംഗ് ആയതുകൊണ്ടാണ് അറിയിക്കാതെ വരേണ്ടി വന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആദ്യം കൂടി കൂട്ടേണ്ടി വന്നു. ഇത്ര പെട്ടെന്ന് എന്ത് അർജന്റ് മീറ്റിംഗ്? എന്നെ പൊട്ടിയാക്കാമെന്ന് കരുതണ്ട. സാർ എന്താ ചേച്ചി പറയുന്നത്? ഒളിച്ചോടിപ്പോയതിന് ചില ന്യായീകരണങ്ങൾ. ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പോലും ആദ്യ കൂടെ കൂട്ടിയത്. അല്ല, ആദ്യമോ ചേച്ചി വിളിച്ചിരുന്നോ? ഇതുവരെ വിളിച്ചിട്ടില്ല. പേടിച്ചിട്ടാവും. ഈ നാടുവിടലിന്റെ എല്ലാം പിന്നില് ഒരാളുണ്ട് ചേച്ചി. പ്രിയ, അതല്ലേ ആ ആളിന്റെ പേര്? അതെ. ആദിയെ തുളസിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ആദിയാ അവർക്ക്. അക്കാര്യത്തിലെ അവൾ ആദി പൂണ്ടിരിക്കേ ഉള്ളൂ. ആദിയെ പ്രസാദേട്ടനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, ആദി ആതിരയ്ക്കുള്ളതാ. ഈ കാര്യത്തില് പ്രസാദ് സാറും ദുർഗേശിയും തമ്മില് ഒരു മത്സരം തന്നെയാ നടക്കുന്നത്. ഞാൻ ആരോടും മത്സരിക്കാനില്ല. ജയം ഉറപ്പായവർക്ക് മത്സരിക്കേണ്ട കാര്യമില്ല. നിന്ന നിൽപ്പിൽ പ്രസാദ് സാറും ആദ്യം അപ്രത്യക്ഷമായ സ്ഥിതിക്ക് ചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കേണ്ടത് ഞാനല്ല, അവരാ. ആദ്യം പ്രസാദ് സാറും എന്തായാലും പ്രിയെ വിളിച്ചിട്ടുണ്ടാവും. അവരൊന്നിച്ചെടുത്ത തീരുമാനമല്ലേ? എന്നെ തകർക്കുകയാണ് അവളുടെയും അവളുടെ ആ നെറുകെട്ട പെണ്ണിന്റെയും ലക്ഷ്യം. നെറുകേട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക്. അതിനുള്ള അവസരം വരും ചേച്ചി. വരും. അത് എനിക്ക് ഉറപ്പാ. ഇതേതാ ഈ പുസ്തകം? ഇത് ഭഗവാനെ കുറിച്ചുള്ള പുസ്തകാ. എപ്പോഴും ഇത് തന്നെ വായിച്ചോണ്ടിരുന്ന ബോറടിക്കില്ലേ രുക്മിണിയമ്മയ്ക്ക്? ഭഗവാന്റെ പുസ്തകം വായിച്ചോണ്ടിരുന്ന എങ്ങനെയാ സുലു ബോറടിക്കുന്നേ? പ്രസാദ് സാറ് എപ്പോഴും പുസ്തകം വായിച്ചോണ്ടിരിക്കും. എനിക്കാണെങ്കിൽ പുസ്തകം കാണുന്നതേ അലർജിയാ. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ദുർഗേച്ചിക്ക് വലിയ സങ്കടമായി. എന്തിന്? രുക്മിണിയമ്മയോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതില്. അതുകൊണ്ടൊരു കാര്യം പഠിക്കാനായല്ലോ. എന്ത് കാര്യം? ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടി വരുമെന്ന്. അതൊക്കെ രുക്മിണിയമ്മയുടെ തോന്നല. തുളസിയോടുള്ള ദേഷ്യം കൊണ്ടാ ദുർഗേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്.
രുക്മിണിയമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ദുർഗേച്ചിക്ക് തുളസി എന്ന് പറഞ്ഞ കലിയാണെന്ന്. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന രുക്മിണിയമ്മ ആ തുളസിക്ക് എസ്കോട്ട് പോയിന്നറിയുമ്പോ ആർക്കായാലും ദേഷ്യം വരില്ലേ? തുളസിയും എന്റെ പേരക്കുട്ടിയല്ലേ. ആദിത്യന് കൊടുക്കുന്ന അതേ സ്നേഹം എനിക്ക് തുളസിയോടും ഉണ്ട്. പക്ഷെ ദുർഗേച്ചിക്ക് അങ്ങനെയല്ലല്ലോ. ആദിയെ ദുർഗേച്ചി എത്രമാത്രം സ്നേഹിക്കുന്നോ അതിന്റെ നേരെ വിപരീത തുളസിയോട്. പാവം തുളസിമോള്, അവൾക്ക് നല്ല സങ്കടമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാ രുക്മിണിയമ്മ സത്യം പറയോ? ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? സത്യം പറയൂന്ന് പറ. എന്താ നിനക്കറിയേണ്ടത്? രുക്മിണിയമ്മയ്ക്ക് ആദ്യം മോന്റെ വിവാഹം കാണണമെന്ന് ആഗ്രഹമില്ലേ? ആ ഒരാഗ്രഹം മാത്രമേ ആഗ്രഹമായി മനസ്സിലുള്ളൂ. ആതിരയെ രുക്മിണിയമ്മയ്ക്ക് ഇഷ്ടാണോ? ഇഷ്ടമാണ്. ഇഷ്ടായിരിക്കും എനിക്കറിയാം. കാരണം ഭർത്താവിന്റെ സ്വന്തം അനിയത്തിയുടെ പേരക്കുട്ടിയല്ലേ ആതിര. അവളോട് രുക്മിണിയമ്മയ്ക്ക് ഒരിക്കലും പക്ഷാഭേദം കാണിക്കാൻ പറ്റില്ല. എനിക്ക് ആരോടും ഒരു പക്ഷാഭേദവും ഇല്ല. ആദിക്കും തുളസിക്കും കൊടുക്കുന്ന സ്ഥാനം ഞാൻ ആതിരയ്ക്കും കൊടുക്കുന്നുണ്ട്. ആദ്യം ആരെ വിവാഹം കഴിക്കുന്നതാ രുക്മിണിയമ്മയ്ക്ക് ഇഷ്ടം? എന്നുവെച്ചാ ആദിമോനും തുളസിക്കും ആതിരയ്ക്കും ഒരേ സ്ഥാനമാണ് രുക്മിണിയമ്മ കൊടുക്കുന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ പിന്നെ ആദ്യം ആതിരയെ വിവാഹം കഴിക്കുന്നതാണോ തുളസിയെ വിവാഹം കഴിക്കുന്നതാണോ രുക്മിണിയമ്മയ്ക്ക് ഇഷ്ടം? എനിക്കിഷ്ടം ആരെ വിവാഹം കഴിക്കുന്നതാ? ആതിരയാണോ തുളസിയാണോ? അത് ഞാൻ എങ്ങനെയാ പറയാ? രുക്മിണിയമ്മയല്ലേ ഈ കുടുംബത്തിലെ കാരണവത്തി. അപ്പൊ രുക്മിണിയമ്മയുടെ ഇഷ്ടത്തിനും വാക്കിനും ഈ കുടുംബത്തില് വിലയുണ്ടാവും. പറ, ആദ്യം തുളസിയെ കെട്ടണോ ആതിരയെ കെട്ടണോ? അതൊക്കെ ആദിയുടെ ഇഷ്ടമല്ലേ. എന്റെ ഇഷ്ടത്തിന് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല. ആദ്യം ആരെ വിവാഹം കഴിക്കണമെന്ന് അവൻ തന്നെയാ തീരുമാനിക്കേണ്ടത്. തള്ള കൊള്ളാലോ. വെറുതെ അല്ല ആ പെണ്ണു ഇങ്ങനെ ആയത്. എങ്ങനെ വീണാലും 4 കാലിലേ വീഴും. പൂച്ചയുടെ ജന്മം. അതെ, എല്ലാം ആദിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതാ ഞാനും പറയുന്നത്. എവിടെയായാലും നിനക്കെന്നോടൊന്നും പറഞ്ഞിട്ട് പോവായിരുന്നു. ഡൽഹിയിലെത്തിയ ശേഷമാണോ നിനക്ക് അമ്മയെ ഓർമ്മ വന്നത്? ശരി. ആരാ ചേച്ചി? ആദിമോനാണോ? എന്നാ നീ കുറച്ചു കഴിഞ്ഞ് വിളിക്ക. ആദിയാ. സാറിനെന്താ ഡൽഹിയിൽ പെട്ടെന്നൊരു മീറ്റിംഗ്? ഓഫീസ് കാര്യമല്ലേ, പിന്നെ എന്തൊക്കെയോ ക്രിമിനൽ ഇഷ്യൂസും. അതിന് ആദ്യം കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ചേച്ചി. അല്ലെങ്കിലും അവനെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയക്കണോന്ന് പ്രസാദേട്ടൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഈ പോലീസുകാർക്ക് കാഞ്ഞ ബുദ്ധിയായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ അവരെ പോലീസ് എന്ന് വിളിക്കുന്നത്. ആതിരയെ ഒഴിവാക്കി ആദ്യം കൊണ്ട് സാർ ഡൽഹിക്ക് വിട്ടു. എന്തായാലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരട്ടെ. കുറച്ചു ദിവസം അകന്നു നിന്നാലേ ഒഴിഞ്ഞു പോകുന്നവളല്ല ആതിരയെന്ന് ഞാൻ പ്രസാദേട്ടന് മനസ്സിലാക്കി കൊടുക്കും. പ്രസാദ് സാറും ആദിമോനും ഇവിടെ ഇല്ലാത്ത സമയം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. എന്നുവെച്ചാ ആതിരയെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും പ്രസാദ് സാർ ആദിമോനെയും കൂടെ കൂട്ടിയത്. അതെ, ആദിയും ആതിരയും തമ്മിൽ അകലണം. അതാണ് പ്രസാദേട്ടന്റെ ഉള്ളിലിരിപ്പ്. ആദി ഇവിടെ ഇല്ലാതായ ആതിര ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാവും പ്രസാദേട്ടൻ അവനെ കൊണ്ടുപോയത്. അതാ ഞാൻ ദുർഗേച്ചിയോട് പറഞ്ഞത്, ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന്. മനസ്സിലായില്ല? പറയുമ്പം ചേച്ചിക്ക് ദേഷ്യം തോന്നരുത്. നീ കാര്യം പറ. ബുദ്ധിപരമായി ആലോചിച്ചു കഴിഞ്ഞാലേ സുലു പറഞ്ഞത് ശരിയല്ലേന്ന് ചേച്ചിക്ക് തോന്നും. നീ എന്താന്ന് വെച്ചാ പറ സുലു. ആദിമോനും പ്രസാദ് സാർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഒരാള് വേണം. ആര്? മറ്റാരുമല്ല, തുളസി. തുളസിയോ?